റോഷിപാൽ, അന്ന് ഈ പ്രളയബാധിതരായ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നമ്മൾ പണം സ്വീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ വിദേശത്തു നിന്നും പണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് സന്നദ്ധ സംഘടനകളൊക്കെ ഇതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടു. അങ്ങനെ സന്നദ്ധ സംഘടന വഴി പണം പിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് സ്വന്തം പേരിലോ ഏതെങ്കിലും തരത്തിൽ സ്വന്തം അക്കൗണ്ടിലേക്കോ പ്രതിപക്ഷ നേതാവ് അത് മാറ്റിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് UK പോയി പ്രസംഗിക്കുന്ന സമയത്ത് എല്ലാവരും 500 പൗണ്ട് വീതം തന്ന് പുനർജനി പദ്ധതിയുടെ ഭാഗമായി അവരെ പ്രളയബാധിതരായ മനുഷ്യരെ സഹായിക്കണം എന്നു പറയുന്ന പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗം കൂടി വിജിലൻസ് തെളിവായിട്ട് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ്. ഇത് വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടിയാണ്. അതിലുള്ള ശുപാർശയുടെ ഭാഗം കൂടിയാണ് നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൽ 2 ശുപാർശകളുണ്ട്. അത് ഒന്ന്, ഈ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് പണം പിരിച്ചെടുത്ത ആ പണം പിരിച്ചെടുത്തതിന്റെ നിയമലംഘനമാണ്. അത് വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തുന്നു. കാരണം കേന്ദ്ര സർക്കാർ നിന്നും അനുമതി വാങ്ങിയത് സ്വകാര്യ ആവശ്യത്തിന് പോകുന്നു എന്നാണ്. എന്നാൽ സ്വകാര്യ ആവശ്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി പുനർജനി പദ്ധതിക്ക് വേണ്ടി പണം പിരിച്ചു. ആ പണം പിരിക്കാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് തെളിയിക്കുന്നത് ഈ പുനർജനി പദ്ധതി നടപ്പിലാക്കുന്ന ഈ മണപ്പാട്ട് ട്രസ്റ്റാണ് എയർ ടിക്കറ്റുകൾ സ്പോൺസർ ചെയ്തത്. അങ്ങനെ എയർ ടിക്കറ്റുകൾ എടുത്ത ആ ട്രസ്റ്റിന്റെ പേരിൽ ആണ് എയർ ടിക്കറ്റുകൾ എടുക്കുന്നത്. അങ്ങനെ എയർ ടിക്കറ്റ് എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി പണം പിരിച്ചെടുക്കുന്നു. ആ പണം ഉപയോഗിച്ച് പുനർജനി പദ്ധതി അങ്ങനെയാണ് ലക്ഷ്യപ്പെടുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും വിദേശ വിനിമയ നാണ്യത്തിന്റെ ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് കണ്ടെത്തുന്നു. ഇതിൽ മാത്രവുമല്ല, BPCL കൊച്ചിയിൽ നിന്നും CSR ഫണ്ടായി ഏതാണ്ട് 31,20,000 രൂപ വാങ്ങുകയും അതുവഴി തയ്യൽ മെഷീനുകൾ വാങ്ങാൻ പൂർണ്ണമായി ചിലവാക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ BPCL തയ്യൽ മെഷീൻ വാങ്ങുവാൻ വേണ്ടി പണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അത് ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ഈ വിദേശത്തു നിന്നും പണം പിരിക്കാനുള്ള നീക്കം നടത്തിയത്. അതുവഴി പണം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 4 കോടി രൂപയോളം ആ അക്കൗണ്ടിൽ എത്തിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈ FCRIയുടെ പൂർണ്ണമായി ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് ഈ അന്വേഷണം അത് CBI ആണ് നടത്തേണ്ടത് എന്ന് മുഖ്യമന്ത്രിയോട് ശുപാർശ നൽകുന്നത്. ആ ശുപാർശയിൽ ഇനി മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് നിർണായകമാവുക. പുനർജനി പദ്ധതി നമുക്കറിയാം, പറവൂർ മണ്ഡലത്തിൽ ഈ പ്രളയത്തിന് ശേഷമാണ് ഇത്തരം ഒരു പദ്ധതി. അത് പുനരധിവാസമാണ്. അവിടെ ഗവൺമെന്റിന്റെ പുനരധിവാസം ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് സ്ഥലം MLA കൂടിയായി VD സതീശൻ ഈ പുനർജനി എന്ന പേരിൽ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിക്ക് വേണ്ടി പണം പിരിക്കാൻ പല വിദേശ രാജ്യങ്ങളിലും പോയി. ആ വിദേശ രാജ്യങ്ങളിൽ പോയി പണം പിരിക്കുമ്പോൾ വിദേശത്തേക്ക് പോകുന്നത് അനുമതി എടുത്തത് ഈ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോകുന്നു എന്നുള്ള നിലയിലാണ്. ജനപ്രതിനിധി വിദേശത്തേക്ക് പോകുന്നതിന് പ്രത്യേക അനുമതി എടുക്കുന്നു. അത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയെന്ന അനുമതി അവിടെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് അവിടെ നിന്നും പണം പിരിച്ചെടുത്തതാണ് കുറ്റമായി കണക്കാക്കുന്നത്. അത് ചട്ടലംഘനമായി കണക്കാക്കുന്നത്. വിദേശ രാജ്യത്തു നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി പണം പിരിച്ചെടുത്തു, അത് നാട്ടിലെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു. അതിന്റെ ഒരു ഉദാഹരണമായി, അതിന്റെ തെളിവായി പറയുന്നത് അവിടെ വേദികളിൽ അവിടെ വിരുന്നൊരുക്കുകയായിരുന്നു VD സതീശന്റെ നേതൃത്വത്തിൽ. ആ വിരുന്നൊരുക്കി ആ വേദികളിൽ VD സതീശൻ ഈ പണം നൽകാൻ പുനർജനി പദ്ധതിക്ക് വേണ്ടി അവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യാൻ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് 500 പൗണ്ട് വീതം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന പ്രസംഗം, ആ പ്രസംഗമാണ് ഒരു തെളിവായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിന് പുറമെ രണ്ടാമത്തെ തെളിവ് വിജിലൻസ് പറയുന്നത് ഈ മണക്കാട് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മണപ്പാട് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ പണമാണ്. വിദേശത്ത് നിന്നും അത് പൗണ്ട് കണക്കിന് പണം എത്തിച്ചേർന്നു. അതിനൊപ്പം നാട്ടിൽ നിന്നും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം ശേഖരിച്ചുകൊണ്ടാണ് അത് ഉറപ്പുവരുത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചട്ടലംഘനങ്ങൾ, FCRI ചട്ടലംഘനം, അതിനു പുറമെ നിയമസഭാ ചട്ടങ്ങളുടെ ലംഘനം, അങ്ങനെ 2 പ്രധാനപ്പെട്ട നിയമലംഘനങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ MLA നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ശുപാർശയായി എത്തുന്നത്. ആ ശുപാർശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്ന് തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനപ്പുറം നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിൽ ഇനി എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ആലോചന സർക്കാർ യഥാർത്ഥത്തിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി CBIക്ക് അന്വേഷണം വിട്ടില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പിന് മുൻപ് CBIക്ക് അന്വേഷണം വിട്ടില്ലെങ്കിൽ BJP അത് ആയുധമാക്കും.
ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാൽ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേൾക്കാതെ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന മട്ടിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ആരോപണമുണ്ടാകും. യഥാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലാവുന്നുണ്ടോ? അരുൺകുമാർ, സ്വാഭാവികമാണ് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് സർക്കാർ എടുക്കുക എന്ന് വ്യക്തമല്ല. കാരണം CBI അന്വേഷണം ഈ ഘട്ടത്തിൽ CBI അന്വേഷണ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ അത് സ്വാഭാവികമായും പ്രതിപക്ഷം ആ തരത്തിൽ അത് പ്രതിരോധിക്കും. അത് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ആരോപണങ്ങൾ, ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം അത് സംശയമുനയിൽ നിർത്താൻ വേണ്ടിയാണെന്നൊക്കെ പ്രതിരോധം തീർക്കും. അതിനപ്പുറത്തേക്ക് ഇത് സ്വാഭാവികമായും BJPയും ആയുധമാക്കും. കോൺഗ്രസും ഒപ്പം CPM തമ്മിലുള്ള ധാരണയുടെ ഭാഗമായി അന്വേഷണത്തിന് തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നില്ല. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ പതിവ് ആരോപണവുമായി BJP വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വെട്ടിലാകുന്നത് സർക്കാരാണ്. ഇതിൽ എന്ത് തീരുമാനമെടുത്താലും സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അത് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്താൽ അപ്പോൾ UDF അത് ആയുധമാക്കും. അത് വലിയ പ്രക്ഷോഭത്തിന് വഴിവെക്കും. അതേസമയം ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ അതിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ, സർക്കാരിനെ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് BJPയും ഉയർത്തും. പ്രത്യേകിച്ച് BJP സംസ്ഥാനത്ത് വലിയ സ്വാധീന ശക്തിയായി മാറുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ CBI അന്വേഷണ ശുപാർശ അംഗീകരിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസും ഒപ്പം CPMഉം തമ്മിലുള്ള ഒത്തുകളി ആരോപിച്ച്, അത് ഇന്ത്യ സഖ്യമെന്ന് ആരോപിച്ച് വോട്ട് പിടിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഇതിനെ മാറ്റാൻ BJP ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ആലോചിച്ച് മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുക. ഏതായാലും വിജിലൻസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നു. അതിലുള്ള കണ്ടെത്തലുകൾ ഒന്ന്, ഈ വിദേശത്തു നിന്നും പണം എത്തിച്ചത് ചട്ടം ലംഘിച്ചാണ്. വിദേശത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അന്ന് MLA ആണ് പറവൂരിലെ, ഇങ്ങനെ ഒരു ആവശ്യത്തിലാണ് പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം സർക്കാരിനെ അറിയിച്ചില്ല? അനുമതി വാങ്ങുമ്പോൾ ആ കാര്യം എന്തിനു മറച്ചുവെച്ചു എന്ന ഒരു ചോദ്യം ഉയർത്തുന്നു. അത് നിയമസഭയെ സ്പീക്കറെ അറിയിച്ചില്ല, അതിനൊപ്പം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല. എന്നിട്ട് വിദേശത്തേക്ക് ഈ ലക്ഷ്യവുമായി പോകുമ്പോൾ അവിടെ പണം പിരിച്ചെടുത്ത ആ പണം എത്തുന്നത് ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക്. അത് കൃത്യമായി നിയമലംഘനമാണെന്ന് പറയുന്നു. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കേന്ദ്ര ഏജൻസിയിലേക്ക് അന്വേഷണം പോകണം. കാരണം വിദേശത്ത് നടന്ന കുറ്റകൃത്യമാണ്, വിദേശത്ത് നടന്ന ചട്ടലംഘനമാണ്. ഇതിന്റെ തെളിവ് ശേഖരണമടക്കം സംസ്ഥാന വിജിലൻസിന് എളുപ്പമല്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന ഒരാവശ്യം, അങ്ങനെ ഒരു ശുപാർശ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിനെ കുരുക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. പക്ഷേ എളുപ്പത്തിലൊരു തീരുമാനം എടുക്കാൻ സാധ്യവുമല്ല. അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മാത്രമായിരിക്കും സർക്കാർ തീരുമാനമെടുക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ ശുപാർശ അംഗീകരിച്ച് CBIക്ക് കൈമാറിയില്ലെങ്കിൽ അതിൽ ആരോപണം BJP ഉയർത്തും. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഈ CBI അന്വേഷണത്തിന്റെ ശുപാർശ സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത. ഏതായാലും വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഈ കാര്യത്തിൽ എടുക്കേണ്ടി വരിക. എന്ത് തീരുമാനമെടുത്താലും സർക്കാർ ഈ കാര്യത്തിൽ ആരോപണം നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. റൂൾ TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഉള്ള രണ്ട് ചോദ്യങ്ങൾ അതാണ്. ഏതെങ്കിലും തരത്തിൽ വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് ഒരു CBIക്ക് വിടുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യും പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പുനർജനി കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സർക്കാർ എടുക്കുകയാണെങ്കിൽ അത് BJP ആയുധമാക്കുകയും ചെയ്യും, അല്ലേ? മാത്രമല്ല, ഇത് CBI അന്വേഷണത്തിന് പോവുകയും CBI ഇതിന്മേലൊരു കേസെടുക്കുകയും ഒക്കെ ചെയ്താൽ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കൂടി ഇതിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. EDയെയും CBIയെയും സംശയത്തിന് നിഴലിൽ നിർത്തുന്ന സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷ നേതാവിനെതിരെ വരുന്ന ഈ വിജിലൻസ് റിപ്പോർട്ട് ആയുധമാക്കാൻ കഴിയുമോ എന്നുള്ളതല്ലേ പ്രധാന ചോദ്യം? അത് തന്നെയാണ് അരുൺ. ഇത് രാഷ്ട്രീയമായി ഒരുപാട് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഉറപ്പായി നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന് വേണമെങ്കിൽ ഈ ഒരു ശുപാർശയിൽ ഒരു തീരുമാനമെടുക്കാം. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇടതുപക്ഷം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സംഘപരിവാരങ്ങൾ അവരുടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമം എല്ലാ നേതാക്കന്മാർക്കെതിരെയും അവർക്കെതിരായ പൊളിറ്റിക്കൽ പാർട്ടികൾക്കെതിരെയും എല്ലാം നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. ആ ആരോപണത്തിന് ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തീരുമാനമായി ഇത് മാറുകയും ചെയ്യും. കാരണം ഇവിടെ വിജിലൻസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിന് മറുപടി ഇല്ലാത്ത വിധം
ആ സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ LDF സംവിധാനം പതറിപ്പോകുമോ എന്നൊരു ആശങ്ക ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വേണ്ടത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. മാത്രവുമല്ല അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശുപാർശ എപ്പോഴാണ് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. എപ്പോഴാണ് ഇത് സമർപ്പിച്ചത് എന്നത് സംബന്ധിച്ച്. ഇനി അതല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളം ഉൾപ്പെടെ സർക്കാർ വലിയ പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിലാണോ ഇങ്ങനെയൊരു ശുപാർശയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്? അതിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ ഫയൽ എത്തുന്നത്? ഇതുവരെ ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ഫയൽ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയതാണോ? അതല്ല, മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഫയലിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഈ സമയത്ത് അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വരുന്നതാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുന്നു, ആ വിജിലൻസ് ഇങ്ങനെ ഒരു ശുപാർശ ചെയ്തിരുന്നു എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വേണ്ടത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ എടുക്കുമോ എന്നുള്ളതാണ്. ഉറപ്പായും ഇത് 3 പാർട്ടികൾക്കും, സംസ്ഥാനത്തെ 3 പാർട്ടികൾക്കും ഒരല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ പ്രത്യാഘാതമോ ഗുണമോ ഉണ്ടാക്കാവുന്ന തീരുമാനമാണിത്. അതായത് രാഷ്ട്രീയമായി നോക്കിയാൽ